ഈ കാണുന്ന ആനക്കൂട്ടങ്ങളും മാനുകളും മയിലും മലയണ്ണാനും അത് മാത്രല്ല, ഇതിവിടെ വേറെ ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. ഈ തായ്ലൻഡിലൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടണ പോലെ ഈ പുഴയുടെ ഉള്ളിലേക്ക് ഊഞ്ഞാലാടും ചെയ്യാം. പിന്നെ ഈ പുഴയുടെ ഉള്ളിൽ കൊട്ടവഞ്ചിക്ക് സഫാരി പോവുകയും ചെയ്യാം. നിങ്ങൾ വിചാരിക്കും ഇതൊരു പുഴയാണ്, പക്ഷേ ഇതൊരു ഡാമാണേ. ഡാമിൻ്റെ ഉള്ളിലാണ് ഇത്തരം ആക്ടിവിറ്റികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്നല്ലേ പറഞ്ഞു തരാം. പെരിയ പെരിയ കാട് താണ്ടി, മലകൾ താണ്ടി, പുഴകൾ താണ്ടി ദൂരമാ പോരെ. അങ്ങനെ ഒരു റീല് എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും അല്ലേ? അതുപോലെ ഒരു റബ്ബറും കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളീ പോകുന്നത്. നട്ടുച്ചയ്ക്കാണെങ്കിലും തീരെ വെയിലും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ മലകളും പുഴകളും അരുവികളും കുഞ്ഞു കുഞ്ഞു പാറക്കെട്ടുകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോവാട്ടോ. ഇവിടെ പിന്നെ അധികം ജനവാസമുള്ള സ്ഥലമൊന്നുമല്ല, ഫുള്ള് റബ്ബർ എസ്റ്റേറ്റുകളാണ്. ചെറിയ ചെറിയ വീട് പോലുള്ള ക്വാർട്ടേഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും. അതിവിടെ പണി ചെയ്യുന്ന തൊഴിലാളികളുടെയാണ്. ഈ റോട്ടിൽ കൂടെയൊക്കെ ആന ചിലപ്പോൾ പാസ് ചെയ്ത് പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിലായിട്ട് കോഷൻ ബോർഡും ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ഷെഡുകൾ പോലുള്ള സ്ഥലങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അത് ഈ റബ്ബറും പാലെടുത്തിട്ട് റബ്ബർ അടിക്കാനുള്ള വാഗമൺ മൂന്നാർ ലുക്കാണെങ്കിലും ഇവിടെ തേയിലത്തോട്ടങ്ങൾക്ക് പകരം റബ്ബറും തോട്ടങ്ങളാണ് ഉള്ളത്. വഴിയൊക്കെ നല്ല അടിപൊളി വഴിയാണ്. നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ചിലർക്കൊക്കെ കാര്യം പിടികിട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം ഇപ്പോൾ റീൽസിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഈ സ്ഥലം. ഇത് തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി ഡാമാണ്. കൂടുതലും റീലുകളിലൊക്കെ മഴയത്ത് റെയിൻകോട്ടും ഇട്ട് ബൈക്കിൽ പോകുന്നതാണ് ട്രെൻഡ്. കാരണം മഴയായിക്കഴിഞ്ഞാൽ ഈ റബ്ബർ കാടുകളിലൊക്കെ ചെറിയ ചെറിയ അരുവികളും തോടുകളൊക്കെ രൂപപ്പെടും. വേനൽക്കാലത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അധികം അരുവികളും കാര്യങ്ങളൊന്നും കാണില്ല. നീർച്ചാലുകൾ തന്നെ ഭയങ്കര ശോഷിച്ച രീതിയിലായിരിക്കും. പക്ഷേ ഈ പച്ചപ്പും ഹരിതാഭയും അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കുരങ്ങനും മ്ലാവും മാനും മലയണ്ണാനും അങ്ങനെ പല ജീവികളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കൂടുതലും രാവിലെ ടൈം അല്ലെങ്കിൽ നല്ലൊരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴാണ് മൃഗങ്ങളെ കാണാൻ പറ്റുക. പക്ഷേ അധികം വൈകുന്നേരം ആവാൻ നിന്ന് കഴിഞ്ഞാൽ ഡാമിക്ക് നമുക്ക് കയറാൻ പറ്റില്ല. രാവിലെ 8:30 തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ് ഡാമിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശന സമയം. ചിമ്മിനി ഡാമിൻ്റെ ഉള്ളിലേക്ക് വരാൻ ബസ്സും ഉണ്ട് കേട്ടോ. തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ചിമ്മിനി ഡാം ബസ് കയറുകയാണെങ്കിൽ നമുക്ക് ഡാമിൻ്റെ ഉള്ളിൽ തന്നെ ഇറങ്ങാം. ഇല്ലെങ്കിൽ ആമ്പല്ലൂരിൽ നിന്നും ചിമ്മിനി ഡാം ബസ് കിട്ടും കേട്ടോ. റബ്ബറും കാടൊക്കെ കണ്ട് നമ്മളങ്ങനെ ശരിക്കുള്ള കാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇവിടെ നിന്ന് നമുക്ക് എൻട്രി ഫീ ഉണ്ട്. അഡൾട്ടിന് 40 രൂപയും കാറിന് 55, ബൈക്കിന് 10 രൂപ. ഇങ്ങനെയാണ്. നമ്മളീ പോകുന്ന വഴിയാണ് ഈ മാനുകളെയൊക്കെ കണ്ടത്. നമ്മളിത് ഡാമിൻ്റെ അവിടേക്ക് പോവാണ്. ഇവിടെ ഞങ്ങൾ കുറേ നടക്കാനുള്ള കാരണം കൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കല്ല ആദ്യം പോയത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഡാമിൻ്റെ താഴെ വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ കുറേ ഊഞ്ഞാലുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. തിരക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഊഞ്ഞാലുകളൊക്കെ പതുക്കെ ആടി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാം. ഇത് മാത്രമല്ല, ഇവിടെ ട്രെക്കിങ്ങും സൈക്ലിങ്ങും കൊട്ടവഞ്ചി സഫാരിയും ഉണ്ട്. ട്രെക്കിങ് 3 ടൈപ്പാണുള്ളത്: ലോ, മീഡിയം, ഹൈ. ഇതിൽ ലോ പാക്കേജിൻ്റെ ഉള്ളിൽ വരുന്നത് 3 പേര് 600 രൂപയായിട്ടാണ് പോകുന്നത്. അതിൻ്റെ കൂടെ നമുക്കൊരു ഗൈഡും ഉണ്ടായിരിക്കും. കൊട്ടവഞ്ചി സഫാരിക്കാണെങ്കിൽ 4 പേർക്ക് 400 രൂപയാണ് വരുന്നത്. ഡാമിൻ്റെ ഈ കരയിൽ നിന്ന് ആ കരയുടെ അവിടെ വരെ കൊണ്ടുപോയിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവരും. പിന്നെ ഇവിടെ എത്താറാകുമ്പോൾ ഒരു കറക്കുണ്ട്. മൊത്തത്തിൽ നമ്മുടെ കിളി പോവേ. ഇനി നമുക്ക് ആ കറക്കം വേണ്ടാന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, അവർ കറക്കില്ല കേട്ടോ.
അധികം ഡാമുകളിലൊന്നും ഇങ്ങനെ ഡാമിലത്തെ വെള്ളത്തിൻ്റെ ഉള്ളിൽ കുട്ടവഞ്ചി സഫാരിയോ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചിമ്മിനി ഡാമിൽ നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റും. പിന്നെ ഒരു ഈവനിങ് മോർണിംഗ് ടൈമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നതും അങ്ങനെ പല മൃഗങ്ങളും വെള്ളം കുടിക്കാൻ വരുന്നതൊക്കെ കാണാം. ഞങ്ങളങ്ങനെ കുറച്ച് നേരം ഈ തീരത്ത് സ്പെൻഡ് ചെയ്ത ശേഷം കൊട്ടവഞ്ചിലേക്ക് കയറാൻ പോവാണേ. 4 സീറ്റിങ്ങും പിന്നെ ഒരു വഞ്ചിക്കാരനാണ് ഉള്ളത്. നമുക്കിതിൽ കയറുമ്പോൾ സേഫ്റ്റിക്കായിട്ട് സേഫ്റ്റി ജാക്കറ്റൊക്കെ തരുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് അവർ നമ്മളെ കൊണ്ടുവരിക. ഞങ്ങൾ പോയത് സൺഡേ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പം റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. പണ്ട് ഇവിടേക്ക് അങ്ങനെ ആരും വരാറൊന്നുമില്ല. ഞങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാനുള്ള റൂട്ടായിട്ടാണ് ചിമ്മിനി ഡാം റൂട്ട് തിരഞ്ഞെടുക്കാറ്. ഇപ്പോൾ ഈ റൂട്ടിൽ അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സിറ്റിയുടെ പോലെ റഷൊന്നുമല്ല. നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പതുക്കെ ഡ്രൈവ് ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ട് ഫോട്ടോ എടുത്ത് പോവാട്ടോ. പിന്നെ വരുന്നവർ ശ്രദ്ധിക്കുക, അടുത്തധികം കടകളൊന്നുമില്ല. ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ചെറിയ ചായക്കടകളും കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും. നിങ്ങൾക്ക് കുറച്ചും കൂടി കാടിനെ അറിയാനും കാട്ടിലെ ജന്തുക്കളെ മൃഗങ്ങളെയൊക്കെ കാണാനും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ട്രക്കിങ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെറും 200 രൂപയ്ക്ക് നമുക്ക് ട്രക്കിങ്ങിന് പോവാം, അതും ഒരു ഗൈഡിൻ്റെ കൂടെ. ട്രക്കിന് പോയാൽ ട്രക്കിംഗ് അവസാനിക്കുന്നത് ചെറിയൊരു പ്രൈവറ്റ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ്. അത് ട്രക്കിങ്ങിൽ മാത്രം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊട്ടവഞ്ചി സഫാരിയൊക്കെ എടുക്കുമ്പോൾ ഈ അറ്റങ്ങളിലൊക്കെ ആനക്കൂട്ടങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഞങ്ങളിതേ ഈ ആനക്കൂട്ടങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ ആനേനെയൊക്കെ കാണുന്നത്. പിന്നെ ഒരു കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ കുട്ടവഞ്ചി സഫാരിയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഡാമിൻ്റെ മറ്റേ സൈഡും കൂടി കാണാൻ പറ്റും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഷട്ടർ തുറക്കുന്ന ഭാഗങ്ങൾ മാത്രമേ നമുക്ക് അപ്പുറത്തുനിന്ന് കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ പോയ ടൈമിൽ അധികം വെള്ളമില്ലാത്ത കാരണം ഷട്ടറൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മഴ പെയ്തിട്ട് ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു. മഴയുള്ള ടൈമിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷട്ടർ തുറന്നതും കാണാൻ പറ്റും. പിന്നെ അതേ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. കുട്ടവഞ്ചി റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഈ ഒരു ശലഭോദ്യാനവും നക്ഷത്രവനവും ഔഷധോദ്യാനവും കൂടിയിട്ടുള്ള ഏരിയയ്ക്കാണ്. ഇവിടെ എനിക്ക് ഒരു ഡിസ്അഡ്വാൻറ്റേജ് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മരങ്ങൾക്കും കാര്യങ്ങൾക്കൊന്നും പേര് കൊടുത്തിട്ടില്ല. മാത്രമല്ല അതല്ലാതെ കുറേ പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ച് മെയിൻറ്റെയിൻ ചെയ്യാതെയാണ് കിടക്കുന്നത്. എന്നാൽ പിന്നെ നെക്സ്റ്റ് ട്രിപ്പ് നിങ്ങൾ ഇങ്ങോട്ട് പ്ലാൻ ചെയ്യല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.